ഇനി നജീബിനെ ഒന്ന് നേരിട്ട് കണ്ട് കെട്ടിപ്പിടിക്കാൻ തോന്നുന്നു. അങ്ങനത്തെ വിഷമം വരുന്നുണ്ട്. സൂപ്പർ 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 ഫാന്റാസ്റ്റിക്. നന്നായിരുന്നു. ആ കഥ വായിച്ചതാണ്. പൃഥ്വിരാജിന്റെ പെർഫോമൻസ് കാണാൻ തന്നെ വന്നത്. നന്നായിരുന്നു. അടിപൊളിയായിരുന്നു. ഗൾഫ് ജീവിതം ഇഷ്ടപ്പെട്ടു. ഇനി പോകണ്ടെന്ന് വെച്ച്. അല്ല അങ്ങനെയില്ല, അവിടെ പോകാനുള്ള ആ മോഹം പോയി കിട്ടി. ഇങ്ങനെ മരവിച്ചിരിക്കുമായിരുന്നു കണ്ടുകൊണ്ട്. പൃഥ്വിരാജ് ഹക്കീം പാവം. സങ്കടം തോന്നി, കരച്ചിലൊന്നും. വല്ലാത്ത സർപ്രൈസ് ആയിപ്പോയി സിനിമ. ഇഷ്ടം പോലെ ഒരുപാട് അവാർഡ് പ്രതീക്ഷിക്കാം. കിട്ടണം. കൊള്ളാം, നല്ല സിനിമ. രണ്ടാമത്തെ തവണയാണ് ഈ സിനിമ തിയേറ്ററിൽ വന്ന് നോക്കണത്. സൂപ്പർ സിനിമ. എത്ര മെലിഞ്ഞാലും ഇങ്ങനെയൊക്കെ മെലിയാൻ പറ്റുമോ? അതുപോലെ മെലിയൽ മാത്രമല്ല, ബോഡിയിൽ കംപ്ലീറ്റ് വന്ന ചേഞ്ച്, കയ്യിലെയും കാലിലെയും നീരും മറ്റു പാടുകളും എല്ലാം നോക്കുമ്പോൾ പൃഥ്വിരാജ് അങ്കിളെ. ഇല്ല, ഒന്നും അറിയില്ലായിരുന്നു. ഫസ്റ്റ് ടൈം നേരെ വന്ന് കാണുന്നതായിരുന്നു. പൃഥ്വിരാജിൻ്റെ അത് ഒത്തിരി കേട്ടിട്ട് വന്നതായതുകൊണ്ട് പ്രതീക്ഷിച്ചിരുന്ന ഒരു സീനായിരുന്നു. അതുകൊണ്ട് പക്ഷേ ഒരു മനുഷ്യനിങ്ങനെ പറ്റുമോ എന്ന് ചിന്തിച്ചിരുന്നു പോയി. ഒരുപാട് ഇഷ്ടപ്പെട്ട സിനിമ. ഒരാളുടെ ലൈഫ് ഇങ്ങനെയൊക്കെ ആകുമെന്ന് ഇവിടുന്ന് പുറത്തോട്ട് പോകുമ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കത്തില്ല ഇങ്ങനെയൊക്കെ ആയി തീരുമെന്ന്. പക്ഷേ ഭയങ്കര മനസ്സിൽ തട്ടുന്ന ഒരു സിനിമയായിരുന്നു. 16 വർഷത്തെ ഒരു കാത്തിരിപ്പായിരുന്നല്ലോ ഈ സിനിമ. അതിനിടയ്ക്ക് വേറെ ഒരു സിനിമയും ചെയ്തുമില്ല. അപ്പോൾ അതിനുള്ളൊരു വർത്ത് ഉണ്ടായിരുന്നു ഈ സിനിമ. ഉറപ്പായിട്ട് ഇത്രയും വർഷം ടെക്നിക്കൽ സൈഡൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാം കൊള്ളാം, എല്ലാം നന്നായിട്ടിരുന്നു. സൂപ്പറായിട്ട്. പൃഥ്വിരാജിൻ്റെ ഹക്കീമിൻ്റെയും പൃഥ്വിരാജിനൊപ്പം തന്നെ നിൽക്കുകയാണ്. നല്ല പെർഫോമൻസ് ആയിരുന്നു. ആ പയ്യനെ കുറിച്ച് അധികം കേട്ടിട്ടില്ലായിരുന്നു ആക്ച്വലി. അങ്ങനെ ഒരാളും കൂടെ ഇത്രയും നല്ലൊരു പെർഫോമൻസ് ഇതിൽ കാണിക്കുന്നുണ്ടെന്നുള്ളത് ഇപ്പോൾ കണ്ടപ്പോഴാണ് അറിഞ്ഞത്. എല്ലാം കൊണ്ടും സൂപ്പറായിരുന്നു. അതെ, സങ്കടം വന്നു. ഇങ്ങനെയൊന്നും ആയിരിക്കുമെന്ന് വിചാരിച്ചില്ല. ഇല്ല, ഒന്നും അറിയില്ലായിരുന്നു. സിനിമയെ കുറിച്ച് ഒരു ഇതും ഇല്ലായിരുന്നു. അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല, ഒന്നും കേട്ടിട്ടില്ലാതെ വന്ന് കണ്ട സിനിമയായിരുന്നു. കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. റിവ്യൂ അറിഞ്ഞ് അല്ലാതെയും വായിക്കുകയും ചെയ്തത് കൊണ്ട് കാണണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതെ, പെർഫോമൻസ് നന്നായിരുന്നു. എല്ലാം എക്സലന്റ്. തീർച്ചയായിട്ടും നല്ല അവാർഡ് പ്രതീക്ഷിക്കുന്നു. അതെ.